ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്വലാത്ത് ചൊല്ലുന്ന ആൾക്കും ചൊല്ലുന്നവരുടെ സന്താന പരമ്പരകൾക്കും ചൊല്ലിയ ആളിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവർ അവർക്കും ഇതിൻ്റെ ഗുണം കിട്ടുമെന്നാണ്. ചൊല്ലിയ എനിക്ക് മാത്രമല്ല, എൻ്റെ മകൻ, മകൻ്റെ മകൻ, മകൻ്റെ മകൻ്റെ മകൻ, അങ്ങനെ പരമ്പരയായിട്ട് ഇതിൻ്റെ പ്രതിഫലം പോകും. പിന്നെയോ ചൊല്ലി എനിക്ക് മാത്രമല്ല, എൻ്റെ വാപ്പ, എൻ്റെ വാപ്പാടെ വാപ്പ, എൻ്റെ വാപ്പാടെ വാപ്പാടെ വാപ്പ, അങ്ങനെ പരമ്പരകൾക്ക് പ്രതിഫലം കിട്ടുന്നൊരു സ്വലാത്താണ്. അത്രമാത്രം പ്രതിഫലം ഇതിൽ ഉണ്ട്. മാത്രമല്ല ഇത് നമുക്ക് ദുന്യാവിൽ ആ ഒരു നേട്ടമാണ്. പിന്നെയോ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ റമദാനിൽ നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല. എന്താ കാരണം? ആശുപത്രിയിലാണ്, ഹോസ്പിറ്റലിലാണ്. അതുപോലെ തന്നെ പല അപകടങ്ങൾ പറ്റി നമ്മൾ വീട്ടിൽ കഴിയുകയാണ്. പല പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വീട് ജപ്തിയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ദ്വാരക്കാം. എന്താണ് പ്രശ്നം, എന്താ പ്രയാസം? ഉസ്താദേ ഞാൻ പലിശക്ക് പൈസ എടുത്തുപോയി, എനിക്ക് ചെയ്യാൻ പാടില്ലെന്നറിയാം, പക്ഷെ ഞാൻ ചെയ്തു പോയി. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, തല പോകുന്നു പറഞ്ഞാലും ആ ഒരു പരിപാടിക്ക് നിൽക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമുക്ക് തല പോകും. സത്യം പറ, അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കര സങ്കടം. അതായത് അദ്ദേഹത്തിന് പെട്ടെന്ന് വീടൊന്ന് പണിയേണ്ട അവസ്ഥ വന്നു. കാരണം കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള ഒരുപാട് പ്രശ്നം. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വീട് പണിത് മാറാമെന്ന് വിചാരിച്ചു. കുറച്ച് പൈസ ഉണ്ടായി, പക്ഷേ ആ പൈസ കൊണ്ട് തികഞ്ഞില്ല. എന്നിട്ട് കുറച്ച് പൈസ ബാങ്കിൽ നിന്ന് കടമെടുത്തു എന്ന് പറഞ്ഞാൽ പലിശക്ക് പൈസ എടുത്തു, ലോൺ എടുത്തു. അദ്ദേഹം പറയുകയാണ്, ഉസ്താദേ സത്യം പറഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നത്തിൽ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുകയാണ്. ഇപ്പോൾ കുടുംബത്തിൽ പ്രശ്നവും മാറിയിട്ടില്ല, ഇപ്പോൾ കടവുമായി, പലിശയുമായി. അതായത് ഓരോ മാസവും 22,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി അടക്കണം. അങ്ങനെ 1-2 മാസമല്ല, 6 വർഷം അടക്കണം. 6 വർഷം 22,000 രൂപ ഓരോ മാസവും അടക്കണം. എന്ത് പലിശ ഇനത്തിൽ ഉള്ള പൈസയാണ്. ഉസ്താദേ പൈസ അടക്കുന്നതല്ല, മനസ്സമാധാനമില്ല, എവിടെ ചെന്നാലും പൈസ അടക്കണമല്ലോ, പൈസ, അങ്ങനത്തെ ഒരു ചിന്തയാണ്. ഇങ്ങനെ എത്രയോ ആ സഹോദരൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇങ്ങനെ പെട്ടുപോയ സന്ദർഭങ്ങളുണ്ട്, കുടുങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ കള്ളക്കേസുകൾ വന്നിട്ട് കുടുങ്ങിപ്പോയി. ഇങ്ങനെ ഒരുപാട് നീറുന്ന 100 പ്രശ്നങ്ങളുള്ളവരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഓരോ ആളുകൾക്കുമുള്ള പ്രശ്നമല്ല മറ്റൊരാൾക്കുള്ള. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന സ്വലാത്ത് മഹത്തുക്കളായ ഇമാമുമാർ ചൊല്ലിയ സ്വലാത്താണ്, ഔലിയാക്കന്മാർ ചൊല്ലിയ സ്വലാത്താണ്, ആരിഫീങ്ങൾ ചൊല്ലിയ സ്വലാത്താണ്, തരുന്നൊരു സ്വലാത്താണ്. മരണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ അടുക്കലേക്ക് ഹാളിറായി നബിതങ്ങൾ വന്ന് നമുക്ക് കെലിമ ചൊല്ലി തരുന്നു. നബിതങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. നല്ല ഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യം കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള അവസരം കിട്ടുന്നു. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈ സ്വലാത്ത് 300 വട്ടം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുന്നു. അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അല്ലാഹു തആല പറിച്ചു മാറ്റുന്നു. എടുത്തു മാറ്റുന്നു, പറിച്ചു മാറ്റുന്നു, നമ്മുടെ വ്യത്യാസമുണ്ട്. വേരോടെ പിഴുതുന്നു, പിന്നെ ആ പ്രയാസം വരൂല എന്നാണ്. അപ്പം ചൊല്ലുമ്പോൾ ആ ഈമാനോട് ചെല്ലണം. അത്രമാത്രം ഒരുപാട് പ്രതിഫലങ്ങൾ, ഇപ്പോൾ പറഞ്ഞതും പറയാത്തതുമായ നിരവധി നേട്ടങ്ങൾ കിട്ടുന്ന സ്വലാത്ത്. നമ്മൾ സാധാരണ മാസത്തിൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇങ്ങനെയുള്ള നേട്ടം കിട്ടുമെങ്കിൽ റമളാനിലാണ് ഈ സ്വലാത്ത് പറയുന്നതെങ്കിൽ ഒരുപാട് പ്രതിഫലമാണ് നമുക്ക് കാത്തിരിക്കുന്നത്. ഏതാണ് ആ സ്വലാത്ത്? നമുക്കൊന്ന് ചൊല്ലിയാലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദറിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഉസ്താദേ ഈ സ്വലാത്ത് ഞങ്ങൾക്ക് അറിയാം, ഇത് ഉസ്താദ് പറഞ്ഞ സ്വലാത്തല്ലേ? ആയിക്കോട്ടെ, ഇതറിയാവുന്ന സ്വലാത്താണെങ്കിൽ എത്ര വട്ടം ചൊല്ലിയിട്ടുണ്ട് നമ്മൾ? എല്ലാം അറിയാം. എന്ത് പറഞ്ഞാൽ ഇതൊക്കെ അറിയാം, പക്ഷെ അറിയാം എത്ര പേര് അമൽ ചെയ്യുന്നു? അതാണ് ഇവിടെ പ്രശ്നം. അറിയലല്ല, ആ അറിയുന്നത് കൊണ്ട് അമൽ ചെയ്യലാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യം ഖബറിലേക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഒന്ന്, അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകൻ, അല്ലെ, സന്താനങ്ങൾ. രണ്ടാമത്തെ അവൻ ചെയ്ത സ്വതക്ക, ജാരിയായ സ്വതക്ക. മൂന്നാമത്തേത് എന്താണെന്നറിയോ? അവൻ പഠിച്ച് അമൽ ചെയ്ത അവൻ്റെ അറിവുകളാണ്. അതായത് നിസ്കരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് ഞാൻ ഖുർആൻ ഓതുന്നില്ല, നിസ്കരിക്കുന്നില്ല എങ്കിൽ എനിക്ക് അതുകൊണ്ടൊരു ഗുണവുമില്ല ദുന്യാവിലും ആഖിറത്തിലും. ഒരുപാട് സ്വലാത്ത് അറിയാം, ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഇതൊക്കെ ഞങ്ങൾക്ക് മനപ്പാടമുണ്ട്, പക്ഷെ ഇത് ചൊല്ലുന്നുണ്ടോ? അവിടെ പ്രശ്നം. ചൊല്ലുന്നുണ്ടെങ്കിൽ ഈ സ്വലാത്ത് കൊണ്ട് ഗുണമുണ്ട്.
ചൊല്ലുന്നില്ല, വെറുതെ മനഃപ്പാഠമാക്കി മനസ്സിൽ വെച്ചിട്ടുള്ളൂ എങ്കിൽ അതുകൊണ്ട് ഗുണം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ സ്ഥിരമായി ചൊല്ലേണ്ട സ്വലാത്താണ്. ഒന്ന് ചൊല്ലിയാലോ? ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലി അൽ ഖദിരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഒന്നുകൂടി പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലി അൽ ഖദിരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം.